കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടേഴ്സിന്റെ രാജ്യവ്യാപക പ്രതിഷേധം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡോക്ടേഴ്സിന്റെ സംഘടനകളോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കും എന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. മെഡിക്കൽ സ്ട്രൈക്ക് സിന്ദാബാദ്. മഴയായാലും വെയിലായാലും ഇല്ല, ഞങ്ങൾ പിന്നോട്ടില്ല. അത്യാഹിത വിഭാഗത്തെയും അടിയന്തര സേവനങ്ങളെയും ഒഴിവാക്കിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. OP വാർഡ് പ്രവർത്തനങ്ങളെ സമരം കാര്യമായി ബാധിച്ചു. ഡൽഹി എയിംസിൽ ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. 5 ദിവസമായി തുടരുന്ന സമരത്തിൽ എയിംസ്, സഫ്ദർജംഗ്, RML തുടങ്ങിയ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം ഒഴികെയുള്ളവ പ്രവർത്തിക്കുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് സമരക്കാർ. തിരുവനന്തപുരത്ത് RCCയിലെയും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമായി പ്രധാന ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയവർ നിരാശരായി മടങ്ങി. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മേജർ സർജറി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ENTയിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ നെഫ്രോയിൽ, ന്യൂറോ, മറ്റുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. People who matters in the legislations to make us protect us as a society, as an individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്നും സമരക്കാരോട് കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.